അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലോഗറിൽ എങ്ങനെയാണ് ഒരു കണ്ടൻറ് എഡിറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ബ്ലോഗർ ഓപ്പൺ ചെയ്യുക. ബ്ലോഗർ ഓപ്പൺ ചെയ്തിട്ട് blogger.com എന്ന് പറഞ്ഞ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ബ്ലോഗർ ഓപ്പൺ ചെയ്യുന്നതാണ്. ഇതാണ് ബ്ലോഗറിൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇതിൽ നമ്മൾ ന്യൂ പോസ്റ്റ് കൊടുക്കാം നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് സെക്ഷൻ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഗൈസ് ബ്ലോഗറിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നമ്മൾ ഇത്ര പോസ്റ്റ് കൂടുതൽ നമ്മൾ ബ്ലോഗറിനകത്ത് വ്യൂസും ഒക്കെ കൂടുകയാണെങ്കിൽ നമുക്ക് ആഡ് അതിനകത്ത് ഇടാവുന്നതാണ്. അതിൽ കൂടെ നമുക്ക് ഒരു ഇത് കിട്ടും, നമുക്ക് ഇൻകം കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ പോസ്റ്റുകളാണ്. അതിന് 18 കമൻറ്റും 110 വ്യൂസും കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഡെയിലി നമ്മൾ ബ്ലോഗറിനകത്ത് പോസ്റ്റും കണ്ടൻറ്റും ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ഒരു പോസ്റ്റ് നല്ല റീച്ച് കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിനെ ആടിയിട്ട് നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബ്ലോഗറിനകത്തൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ChatGPT എടുക്കണം. ChatGPT എടുത്തിട്ട് നമ്മൾ ChatGPT സെർച്ച് ചെയ്യുക. ChatGPT ഓപ്പൺ ആവുന്നതാണ്. എന്നിട്ട് ChatGPT എടുത്ത ശേഷം നമുക്ക് തന്നെ നമ്മുടെ ഐഡിയ വെച്ച് നമുക്ക് ബ്ലോഗറിനകത്തൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ChatGPT ഉപയോഗിച്ചായിട്ട് നമുക്കൊരു ഐഡിയ വെച്ച് നമുക്ക് ആ ഒരു കണ്ടൻറ്റ് നമുക്ക് റീഫ്രേസ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് അതിൻ്റെ ടൈപ്പ് എടുത്ത് കൊടുക്കാം. ഗിവ് മീ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബ്ലോഗ് പോസ്റ്റ് നമുക്ക് കൊടുക്കാം. ബ്ലോഗ് പോസ്റ്റ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഐഡിയ. നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കരുത്. നമ്മൾക്ക് അപ്പോൾ പ്ലഗറിസം വെച്ച് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഐഡിയ വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മുടെ എന്താണോ നമുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നത്. അല്ലാതെ നമുക്ക് ChatGPT ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പം ഇതിനകത്ത് ഇത് തന്നിരിക്കുന്നത് ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് കാൺട്ട് ഇഗ്നോർ. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സാണ് നമുക്ക് ChatGPT തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ച് ബ്ലോഗിലോട്ട് പോകാം. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ ന്യൂ പോസ്റ്റ് എടുക്കുന്നു. ന്യൂ പോസ്റ്റ് എടുത്ത് കഴിയുമ്പം ന്യൂ പോസ്റ്റിൻ്റെ ഇൻ്റർഫേസ് വരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് ബ്ലോഗറിനകത്ത് കൊടുക്കേണ്ട കാര്യമാണ് ടൈറ്റിൽ. കാരണം ടൈറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ തിരിച്ച് ChatGPT പോവുക. എന്നിട്ട് നമ്മൾ ഞാനിപ്പം ജസ്റ്റ് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് അവിടെ കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെ പ്ലഗറിസം നമ്മൾ പ്ലഗറിസം ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള രീതി ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ടൈറ്റിൽ പോയിട്ട് നമ്മൾ ടൈറ്റിലും എടുക്കുന്നു. ടൈറ്റിലും എടുത്തു കഴിഞ്ഞ് നമ്മൾ ഒരു ഇമേജ് കൊടുക്കണം. കാരണം എന്നാലേ അത് കാണുന്നവർക്കായാലും ഒരു ഇൻട്രസ്റ്റിങ് വരത്തുള്ളൂ. അപ്പം നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ ആ ഒരു ഹെഡിങ് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇത് വരുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇമേജിൽ പോവുക. ഇമേജ് സെക്ഷനിൽ പോയിട്ട് നമുക്കപ്പോൾ കുറേ ഇമേജ് കാണാൻ സാധിക്കും ഇതിനകത്തൂടെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് 2026 ദാറ്റ് യു കാൺട്ട് ഇഗ്നോർ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഇത് നമുക്ക് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഇമേജ്, ഇത് വേറെ വെബ്സൈറ്റിൽ നിന്നാണ്, പക്ഷേ അതൊക്കെ ഒന്നും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് കൊണ്ടുപോയി ഡൗൺലോഡിനകത്തോട്ട് സേവ് ചെയ്യുക. എന്നിട്ട് തിരിച്ച് ഒന്നുകൂടെ ആ ഒരു ഇൻസേർട്ട് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടറിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് എന്ന് കമ്പ്യൂട്ടർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റുന്നതാണ്. എന്നിട്ട് ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ആഡ് ഇമേജ് കണ്ടോ, അതിൽ നിന്ന് ബ്രൗസിൽ പോവുക. ബ്രൗസിൽ പോയിട്ട് ഏതാണ് ഇമേജ് അത് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് വരുന്നതാണ്. ഇമേജ് ലോഡ് ആവുന്നതാണ്. അപ്പം ആ ഒരു ഇമേജ് വരും. ഇതാണ് ആ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഈ ഓപ്ഷൻ ഞെക്കിയിട്ട് ലാർജ് ഞെക്കിയാൽ മതി. ലാർജ് ഞെക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടാൻ പറ്റും. ഇത് സൈസ് കൂട്ടുന്ന ഒരു ഓപ്ഷനാണ്. പിന്നെ ഇത് അതിൻ്റെ പറഞ്ഞ പോലെ അലൈൻമെൻ്റ് ഒക്കെയാണ്. ഇത് നമുക്ക് സബ് ടൈറ്റിൽ ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റും. ക്യാപ്ഷൻ നിങ്ങൾക്ക് ഇത് തന്നെ കൊടുക്കാൻ പറ്റും. ഒരു എന്താ പറയണ്ടേ, ഒരു ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈറ്റിൽ തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് ഇതായാലും കൊടുക്കാൻ പറ്റും. ട്രെൻഡ്സ് ബിസിനസ് ദാറ്റ് കാൺട്ട് ഇഗ്നോർ ഇൻ
2026. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് വലിയ ടൈറ്റിൽ കൊടുക്കണമെന്നില്ല. ഇപ്പം ഇതായാലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ്, ബിസിനസ് കാണ്ട് ഇഗ്നോറിങ് 2026. നിങ്ങൾക്ക് ഇതായാലും കൊടുക്കാൻ പറ്റും. അപ്പം ബാക്ക് അടിച്ച ശേഷം ഈ ഒരു കാര്യം നിങ്ങൾ ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ മേജർ ഹെഡിങ്, സബ് ഹെഡിങ് കാണാൻ പറ്റും. നിങ്ങളതിനകത്ത് സബ് ഹെഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. സബ് ഹെഡിങ് എന്നൊരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇത് ഭയങ്കര ചെറുതായിട്ട് കാണിക്കുന്നു. അപ്പം നമുക്ക് ബോൾഡ് എന്നുള്ള പറഞ്ഞ ഓപ്ഷൻ ബോൾഡ് മാറ്റിയിട്ട് നമുക്കിത് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇതിൻ്റെ മിഡിലായിട്ട് കൊണ്ടുവെക്കാം. അവിടെ കൊണ്ടുവെക്കുക. അതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരിച്ച് ChatGPT പോവുക. ChatGPT പോയിട്ട് നമ്മൾ ഈ ഒരു ഇത്ര സെൻറ്റൻസ് നമ്മൾ കോപ്പി ചെയ്ത ശേഷം നമ്മൾ അതുപോലെ തന്നെ അവിടെ കൊണ്ട് നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പാരഗ്രാഫ് നമുക്ക് നോർമൽ മാറ്റിയിട്ട് നമുക്ക് സബ് ഹെഡിങ് കൊടുക്കേണ്ടതാണ്. സബ് ഹെഡിങ് ഇത് ഹെഡിങ് എന്നാണ് പറയുന്നത്. ഹെഡിങ് സബ് ഹെഡിങ് എന്നാണ് പറയുന്നത്. സബ് ഹെഡിങ് ആണ്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ട് ബോൾഡായിപ്പോയി. അപ്പോൾ അത് ബോൾഡ് മാറ്റി കഴിഞ്ഞ് അതുപോലെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ തിരിച്ച് ChatGPT പോയിട്ട് നമ്മൾ ഫസ്റ്റ് വൺ AI പവേർഡ് മാർക്കറ്റിംഗ് ഈസ് ടേക്കിംഗ് ഓവർ. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. AI ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. ഇമെയിൽ ആയാലും എല്ലാവരും. അപ്പം കോപ്പി ചെയ്യുക, തിരിച്ച് ബ്ലോഗറിനകത്ത് പോവുക, അതിവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. AI പവേർഡ് മാർക്കറ്റിംഗ് ഈസ് ടേക്കിംഗ് ഓവർ. സോ ദാറ്റ്സ് ദ ഹെഡിങ്. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്തിട്ട് തിരിച്ച് ChatGPT പോവുക. ChatGPT പോയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈസ് ട്രാൻസ്ഫർ ഓവർ ആ ഒരു പോയിന്റ് നമ്മൾ കോപ്പി ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത ശേഷം നമ്മൾ കോപ്പി ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇത് നമുക്ക് ബോൾഡ് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇത് സബ് ഹെഡിങ് അല്ല, ഇത് പാരഗ്രാഫാണ്. നമ്മൾ ഹെഡിങ് ഓൾറെഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമുക്കപ്പോൾ ഈ ഹെഡിങ് കൊടുക്കാനില്ല. ഇന്ന് നമ്മൾ പാരഗ്രാഫ് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓരോ ഇത് ഇടുമ്പോഴും ഓരോ ടൈറ്റിലും ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതാത് പോയിന്റ്സിന് നിങ്ങൾക്ക് ഹെഡിങ് കൊടുക്കാവുന്നതാണ്. കാരണം ഹെഡിങ്ങും ആയാലും അതുപോലെ നിങ്ങൾക്ക് ഇമേജും കൊടുക്കാവുന്നതാണ്. എന്നാൽ അപ്പം നമ്മൾ മറ്റൊരാൾ കാണും, നമുക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നും നമ്മുടെ ഒരു ബ്ലോഗറിൻ്റെ ഒരു ഇൻ്റർഫേസും എല്ലാം. അപ്പം അങ്ങനെ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. അപ്പം കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. ഇപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കാൻ ഞാൻ കാണിച്ചത്. അപ്പം നമ്മൾ ജസ്റ്റിഫൈ കൊടുക്കണം. ജസ്റ്റിഫൈ ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും ആ ഒരു കണ്ടൻറ്റ് നമുക്ക് ഫിറ്റായിട്ട് കിട്ടും. ഫിറ്റായിട്ട് നമുക്ക് കിട്ടാവുന്നതാണ്. നമ്മൾ താഴോട്ട് പോവുക, സ്ക്രോൾ ചെയ്ത് പെതുക്കെ താഴോട്ട് പോകും. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചു തരാം. നമ്മളിപ്പം AI പവേർഡ് മാർക്കറ്റിംഗ് ഈസ് ടേക്കിംഗ് ഓവർ ഈ ഒരു ഹെഡിങ് കൊണ്ട് കൊടുത്തു. നമ്മൾ അത് ChatGPTയിലോ ഇതിലൂടെ എവിടെയെങ്കിലും കൊണ്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ പേസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു AI പവേർഡ് മാർക്കറ്റിംഗ് ഈസ് ടേക്കിംഗ് ഓവർ കണ്ടോ. നമുക്ക് ഇതുപോലെ ഇമേജ് കിട്ടും ഗൂഗിളിനകത്ത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു ഇമേജ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ബ്ലോഗറിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് അതിനകത്തോടെ നമുക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിരിക്കും നമ്മുടെ ഓരോ പോസ്റ്റുകളും ഓരോ കാര്യങ്ങളും ഇങ്ങനെ കൊടുത്തു കഴിയുമ്പം. നമ്മൾ അപ്ലോഡ് ഫ്രം കമ്പ്യൂട്ടറിനകത്തോടെ പോയിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇമേജിനകത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഡൗൺലോഡ് വണ്ണിനകത്ത് പോയിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഇമേജ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ആ ഇമേജ് അപ്ലോഡ് ചെയ്ത് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും.
ഇവിടെ ഇമേജ് വന്നു താഴെ. ഇനി നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സൈസാണോ ലാർജ് കൊടുക്കാൻ പറ്റും. ലാർജ് കൊടുത്തിട്ട് ആ ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയിട്ട് ഓൾ ടെക്സ്റ്റ് കൊടുക്കുക. ഓൾ ടെക്സ്റ്റ് അപ്പിൽ നമ്മൾ കൊടുക്കുമ്പം നമ്മൾ നമ്മുടെ ടൈറ്റിൽ കൊടുക്കണം. AI-powered മാർക്കറ്റിംഗ് ഈസ് ടേക്കിംഗ് ഓവർ. ഇതായിരിക്കും നമ്മൾ ഓൾ ടൈറ്റിൽ ടെക്സ്റ്റും. അതുപോലെ നമുക്ക് അത് തന്നെ സെയിമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. സെയിമായിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ AI-powered മാർക്കറ്റിംഗ് എന്നോ നമുക്ക് അങ്ങനെ ആയാലും കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾ ടെക്സ്റ്റ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ടെക്സ്റ്റ് കാണാൻ പറ്റും. ആ ഇമേജിൻ്റെ കണ്ടോ, ഓൾ ടെക്സ്റ്റ് കണ്ടോ, AI-powered മാർക്കറ്റിംഗ് എന്ന് നമുക്കിങ്ങനെ കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കാവുന്നതാണ്. AI-powered മാർക്കറ്റിംഗ് നമുക്ക് കൊടുക്കാം. നമുക്കിങ്ങനെ AI-powered മാർക്കറ്റിംഗ് കൊടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ AI-powered മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ നമുക്കിങ്ങനെ കൊടുക്കാം. ഇങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ കൊടുക്കണം. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും പോസ്റ്റിനകത്ത്. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഇതിപ്പോൾ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പോവാണ്. പബ്ലിഷ് ചെയ്യണോ എന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതുണ്ടോ, പ്രിവ്യൂ ഉണ്ടോ, നമുക്ക് പ്രിവ്യൂ പോസ്റ്റ് കാണാൻ പറ്റും. നമ്മുടെ പോസ്റ്റ് നമുക്ക് എങ്ങനെയാണോ ഇൻ്റർഫേസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിനായിട്ട് പ്രിവ്യൂ അടിച്ചാൽ മതി. പ്രിവ്യൂ അടിക്കുമ്പം നിങ്ങളുടെ പോസ്റ്റ് എങ്ങനെയാണ് ഒരു സ്ക്രീനകത്ത് വരുന്നതെന്ന് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പിൽ, അതിന് ടാബ്ലറ്റിൽ, സ്മാർട്ട് ഫോൺ ആയാലും നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസിൽ കാണാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ഫോണിനകത്തൊക്കെ വരുന്നത്. തിരിച്ച് നമ്മൾ ബ്ലോഗ് പോസ്റ്റിനകത്തോട്ട് പോവുക. ബ്ലോഗ് പോസ്റ്റിനകത്തോട്ട് പോയിട്ട് നമുക്ക് ലേബൽ കൊടുക്കാൻ പറ്റും. ലേബൽ നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ലേബലിനകത്ത് നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നോ അല്ലാതെ കീവേഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇമെയിൽ മാർക്കറ്റിംഗ്, അതുപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ് ടൂൾസ്. ഇത് നമുക്ക് പെർമാലിങ്ക് നമ്മൾ കൊടുക്കുമ്പം നമ്മുടെ ആ ലിങ്ക് ആയിരിക്കും, നമ്മുടെ ആ ഒരു സൈറ്റിൻ്റെ ആ ലിങ്ക് കാണിക്കാൻ പറ്റും. പിന്നെ ലൊക്കേഷൻ നമുക്ക് കൊച്ചി എന്ന് പറഞ്ഞു കൊടുക്കാം. കൊച്ചി എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ലൊക്കേഷൻ കിട്ടും. കൊച്ചി എന്ന് പറഞ്ഞ ലൊക്കേഷൻ കിട്ടും. കൊച്ചി എന്ന് പറഞ്ഞ് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് നമ്മുടെ ലിമിറ്റ് ഉണ്ട്. നമുക്ക് 150 വരെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. AI-powered മാർക്കറ്റിംഗ് ട്രെൻഡ്സ് എന്നോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെൻഡ്സ് ബിസിനസ് ക്യാൻ ഇഗ്നോർ ഇൻ 2026 എന്നോ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ കൊടുക്കുമ്പം ഒരാൾ നമ്മുടെ ഒരു ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലോഗ് പോസ്റ്റ് നമ്മൾ ആ കൊടുത്തേക്കുന്ന കീവേഡിനനുസരിച്ച് അവർക്ക് അതൊരു നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് അവർക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ബ്ലോഗ് പോസ്റ്റിനകത്ത് വ്യൂ കിട്ടുന്നത്. നമ്മൾ ഇതുണ്ടോ, പേസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്കത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ താഴോട്ട് പോയിട്ട് ഓപ്ഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത്രയും മാത്രം ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പ്രിവ്യൂ ആണെങ്കിൽ പ്രിവ്യൂ കാണാൻ പറ്റും. പിന്നെ ഇതൊക്കെ എന്ന് പറയുന്നത് അലൈൻമെൻറ്റ് അതുപോലത്തെ കാര്യങ്ങളാണ്. ബുള്ളറ്റ്, നമ്മുടെ നമ്പറൊക്കെ ഇടുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് നിങ്ങളെ മെയിനാണ്. മേജർ ഹെഡിങ് സബ് ഹെഡിങ് നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിത് പബ്ലിഷ് ചെയ്ത് നോക്കാം. പബ്ലിഷ് കൊടുക്കുക. നമ്മൾ കൺഫേം കൊടുത്തു കഴിയുമ്പം ഈ പോസ്റ്റ് പബ്ലിഷ് ആവുന്നതാണ്. അപ്പം നമ്മൾ പബ്ലിഷ് ആക്കിയിരുന്നു. അപ്പോൾ നമ്മൾ പബ്ലിഷ് ആയത് ഇതാണ് നമ്മൾ ഇന്ന് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ നമുക്ക് പബ്ലിഷ് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ കാണിക്കും. പബ്ലിഷ് ബൈ 29 മെയ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇപ്പം ഇത് വ്യൂസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് 0 വ്യൂസ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ പോസ്റ്റ്. അപ്പം ഇത് കണ്ടോ, ഇതാദ്യം വരുമ്പോൾ നമ്മൾക്ക് ടെക്സ്റ്റ് HTML ഫോമാറ്റിലായിരിക്കും, HTML വ്യൂവിലായിരിക്കും. അത് നമ്മൾ HTML മാറ്റിയിട്ട് കമ്പോസ് കൊടുത്തു കഴിഞ്ഞാൽ, സ്വിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പോസ് വ്യൂ കാണാൻ പറ്റും. ഇതുണ്ടോ,
ഇതാണ് നമ്മുടെ ഇത്. നമുക്കിനി അപ്ഡേറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് കയറി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് പഴയതുപോലെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ബാക്ക് പോയിട്ട് നമ്മുടെ പോസ്റ്റാണിത്, നമ്മളൊരു പോസ്റ്റുകളാണ് ഇതെൻ്റെ ഒരു ഇതാണ്, ബ്ലോഗറിൻ്റെ അക്കൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് ഏണിങ്സിൻ്റെ കാര്യം നിങ്ങളോട് പറഞ്ഞില്ല, അത് ഏണിങ്സ് ക്ലിക്ക് ചെയ്യുക. ഏണിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റെഡി ടു ഷോ ആഡ്സെറ്റ്, യു നീഡ് ടു ഫിക്സ് സംതിങ്സ്. നമ്മൾ ആഡ്സെൻസിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് ആഡിട്ടായി നിങ്ങളോട് പറഞ്ഞില്ല ഇൻകം കിട്ടുമെന്ന്. നമുക്ക് ആഡ്സെൻസ് നമ്മുടെ ബ്ലോഗറിൽ ഇത്ര വ്യൂസും ഇതും കൂടുതലാണെങ്കിൽ നമ്മൾ ആഡിനകത്ത് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിലൂടെ ഇൻകം കണ്ടെത്താൻ പറ്റും. പിന്നെ നമ്മൾ പേജിൻ്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. നമുക്ക് ലേ ഔട്ടൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. തീമൊക്കെ നമ്മുടെ ബ്ലോഗറിൻ്റെ തീം കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് തെറ്റാൻ പറ്റും. കുറേ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പം എൻ്റെ ഒരു അക്കൗണ്ടാണ്, എൻ്റെ അക്കൗണ്ടാണ്. ഇതാണ് എൻ്റെ ഇത് അക്കൗണ്ട്. ഇതുപോലെ ഇത് ഇത്രേ ഉള്ളൂ നമ്മൾ ബ്ലോഗറിനകത്തൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ബ്ലോഗറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. സോ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നു.